അവർക്ക് അത് ഏറ്റവും എനിക്ക് തോന്നി, എനിക്ക് ഏറ്റവും ആൾക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ട്രെയിനിങ്ങിന് ഒരു അറിവുകേട് കൊണ്ടാണ് അതിനെതിരെ പറയുന്നത്. കാരണം സിനിമ എന്ന് പറയുന്നത് സിനിമ ഒരു മനുഷ്യായുസ് കൊണ്ട് തന്നെ പഠിച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും. കാരണം ലോകത്ത് ദിവസം കഴിയുന്തോറും ഓരോ പുതിയ കാര്യങ്ങൾ സിനിമയുടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ടെക്നോളജിയിൽ, അതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിൽ ഒക്കെ ഓരോ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ, യാതൊരു മുൻപരിചയവും ഇല്ലാതെ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നവർക്കാണ് കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നെ പടം എടുക്കാനുള്ള ധനസഹായം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു കുറഞ്ഞതൊരു 3 മാസത്തെ ഓറിയൻറ്റേഷൻ കൊടുക്കും. നമ്മൾ കവിത എഴുതുന്നു, കഥ എഴുതുന്നു, അതിനൊക്കെ അക്ഷരജ്ഞാനം വേണ്ടേ? അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു വേറൊരു ഭാഷയാണ് സിനിമയുടെ ഭാഷ. നമുക്കെല്ലാവരും വിചാരിക്കുന്ന കുറേ നടന്മാർ വന്ന് അഭിനയിച്ച് കഴിയുമ്പോൾ സിനിമയാവുന്നു. അങ്ങനെ ആവത്തില്ല. അതിന് ഒരുപാട് പിന്നെ സാങ്കേതികവും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെപ്പറ്റി നല്ല ധാരണയോടുകൂടി വേണം ആളുകൾ സിനിമ എടുക്കാൻ. പിന്നെ ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹ്യ പ്രസക്തി വേണം. അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടുമൊക്കെ മികവുള്ളതായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാവും? അത് പടം എടുക്കുന്ന ആളിന് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സിനിമ ഒരാളുടെ പേരിൽ സിനിമയ്ക്ക് പണം കൊടുക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. എങ്കിൽ പോലും അതിൽ അവരുടെ ഒരു സിനിമ എടുത്ത് അപ്രത്യക്ഷമായി പോകരുത് ഈ വരുന്നവർ. അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരമാണ് സിനിമാ രംഗത്തേക്ക് വരാനായിട്ട്. അവർ പഠിച്ച് ഈ രംഗത്ത് തുടർന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളും ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്ന് വരുന്നവരും അവർ ഈ രംഗത്ത് തുടർന്നും ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഗുണത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരുടെ ഉന്നമനം എന്ന് പറയുന്നത് എൻ്റെയും ലക്ഷ്യമാണ്. അല്ലാതെ അവരെ മോശപ്പെടുത്തി അവരെ നികൃഷ്ടരായിട്ട് കാണുകയല്ല ചെയ്യുന്നത്. അവരെ വേണ്ടത്ര രീതിയിൽ അവരെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്. അതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അവരെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായാലും മനസ്സിലാവുന്നില്ല. സിനിമ ചെയ്യുന്നവരെ ടെക്നിക്കലി ഒക്കെ അതിനെപ്പറ്റി പഠിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ലേ? സാധാരണ കാര്യമല്ല. അത് പഠിച്ചേ പറ്റുള്ളൂ. അത്തരത്തിൽ പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും. ആരും പഠിക്കുന്നു? നിങ്ങൾ ചെയ്യോ സിനിമ? നിങ്ങൾ സിനിമ തയ്യാറാണോ? ആണോ? നിങ്ങൾ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ സിനിമയെ പറ്റി പഠിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പച്ച മലയാളത്തിലാണ് പറയുന്നത്. സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനോടുള്ള ആഗ്രഹം മാത്രം പോരാ, അത് പഠിക്കണം. പഠിക്കാനായിട്ടൊരു ഫിലിം ഷൂട്ട് പോയി പഠിക്കാൻ ഇപ്പോൾ സമയമില്ല. ഇപ്പോൾ അവർക്കൊരു ഒരു പ്രോജക്റ്റിന് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ വലിയ സമയമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വിദഗ്ധന്മാരുടെ മേൽനോട്ടത്തിൽ 3 മാസമെങ്കിലും, കുറഞ്ഞത് 3 മാസമെങ്കിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. കാരണം ഈ ഭാഷയെ പരിചയപ്പെടുത്തണം. അവർക്ക് നമ്മുടെ ഭാഷയിൽ ഭേദപ്പെട്ട സിനിമകൾ ഉണ്ടാകണം. അവർക്ക് അവസരം കൊടുക്കുക മാത്രമല്ല, മലയാളത്തിൽ നല്ല ഭേദപ്പെട്ട, അത് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഗവൺമെൻറ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് അതിനൊരു സാമൂഹ്യ പ്രസക്തിയും. എങ്ങനെ സ്ക്രീൻ ചെയ്യുമോ? നിങ്ങൾ പടം എടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നിങ്ങൾ വന്ന് വരുന്നത് ഞാൻ പടം എടുക്കാമെന്ന് പറയുന്നത്. എന്ത് സ്ക്രീനിയാണ് ചെയ്യുന്നത് നിങ്ങളുടെ മുകളിൽ? കാരണം ഇവിടെ സിനിമ എടുത്ത ഞാൻ മനസ്സിലാക്കിയത് അവർ പടം എടുത്ത ആളുകൾ ഇവിടെ വന്ന് എന്നോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവർക്ക് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ കിട്ടാത്തതിന്റെ കുറവ് അതിൽ കാണാനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞ പരാമർശത്തിലെ SC/ST വിഭാഗം സിനിമ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്നാണല്ലോ പറഞ്ഞത്. അത് ആ വിഭാഗത്തിൽ പ്രത്യേക പരിശീലനം അവർക്ക് അതിനകത്ത് വരുന്നത്. സിനിമ എടുക്കുന്ന ആർക്കും വേണമെന്നാണ് പറഞ്ഞത്. കാരണം ഇവർക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അല്ല, സ്ത്രീകൾക്കും അവർക്ക് ഒരുമിച്ചാണ് പറഞ്ഞത്. രണ്ടുപേർക്കും. പിന്നെ ഗവൺമെന്റ് ഫൈനാൻസ് ചെയ്യുന്ന അവർക്കല്ലേ. ഞാൻ വെറുതെ നടക്കുന്ന ഒരാളാണെന്ന് ഇരിക്കുക. എനിക്കൊരാരെങ്കിലും ഫൈനാൻസ് ചെയ്യുമോ പടം എടുക്കാനായിട്ട്? എനിക്ക് പടം എടുക്കാൻ അറിയാവുന്ന കണ്ടിട്ടാണ് ആളുകൾ എനിക്ക് ഫൈനാൻസ് ചെയ്യുന്നത്. എനിക്ക് മുൻപരിചയം ഉള്ളതുകൊണ്ടാണ്. ഞാൻ പടം എടുത്ത ആളുകൾ കണ്ടിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് പടം ഫൈനാൻസ് ചെയ്യാൻ ആളുകൾ വരുന്നത്. അല്ല ചുമ്മാ ഒരാൾ ചെയ്ത് സാറേ പടം എടുക്കട്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കും ആരെങ്കിലും കാശ്? ഗവൺമെൻറ് കാശ് കൊടുക്കുന്നത് ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം സ്ത്രീകളും ഈ പറഞ്ഞ കൂട്ട് പിന്നാക്ക വിഭാഗങ്ങൾക്കും ശരിയായ പ്രാതിനിധ്യം കൊടുക്കുകയും അവരുടെ ഇടയിൽ നിന്ന് കൂടുതൽ ഫിലിം മേക്കേഴ്സ് വരികയും വേണം. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വേണം എന്ന ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണത്. ഇപ്പോൾ AK ബാലൻ എൻ്റെ അടുക്ക ഫോൺ സംസാരിക്കുമായിരുന്നു. മുൻ മന്ത്രിയായിരുന്ന ആൾ.
ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പം ഞാനും വി കെ ബാലനും ഒക്കെ ഒരുപാട് സംസാരിച്ച് ഞങ്ങളെല്ലാം 1.5 കോടി രൂപ കൊടുക്കുന്നതിന് ഞാനും പങ്കാളിയായിട്ടിരുന്നതാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതിന് എന്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങൾ? അല്ല, മന്ത്രി ഒരു ഫിലിം മേക്കർ അല്ലല്ലോ, ആണോ? ഞാൻ എൻ്റെ 60 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഇതിനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കുട്ടിയാണ് എണീച്ചതെന്ന് പ്രതിഷേധിച്ചത്. അവർ ആ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളത് അത് അതിശയമാണ്. സംഗീത അക്കാദമി സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. പാട്ട് പശ്ചാത്തല സംഗീതത്തിന് എന്താ കാര്യം? അതെ, പാട്ട് എല്ലാ സിനിമയ്ക്കും ഒന്നുമില്ല. ചില കൊമേഴ്ഷ്യൽ സിനിമയിലാണ് ഈ പാട്ടൊക്കെ ഉള്ളത്. കൊമേഴ്ഷ്യൽ സിനിമയിലേ ഉള്ളൂ പാട്ടൊക്കെ. ഞാൻ എടുക്കുന്ന സിനിമ പാട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സിനിമയുടെ എസെൻഷ്യൽസ് എടുത്തു കഴിഞ്ഞാൽ അവരാരും ഇതിനകത്തില്ല. അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. അവർ പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് അറിയണേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണ്ടേ. അവർക്ക് മനസ്സിലാവാത്ത ഒരു ആളെണിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനാണ്? ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടമില്ലേ? ഇന്നലെ ടെലിവിഷനിലെല്ലാം അവരുടെ പടമില്ലേ? നല്ല പബ്ലിസിറ്റി അല്ലേ? അത് കൂടുതൽ എന്താ വേണ്ടത്? അങ്ങ് ഉദ്ദേശിച്ചത് SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക പരിശീലനം വേണമെന്നാണോ, അതോ പുതുതായി സിനിമ എടുക്കാൻ വരുന്ന ഗവൺമെന്റ് പൈസ കൊടുക്കുമോ? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഗവൺമെന്റ് പണം കൊടുക്കുന്നതാണ്. ഗവൺമെന്റ് പണം കൊടുത്ത് പടം എടുപ്പിക്കുകയാണ്. അപ്പോൾ അവരെ കൃത്യമായിട്ട് അതിന് തയ്യാറാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എംപവർ ചെയ്യണം. എങ്ങനെ? ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുകയില്ല. ഇങ്ങനെ പടം എടുത്തുള്ള സിനിമകൾ, ഈ 1.5 കോടി രൂപ മുടക്കിയിട്ടുള്ള പടങ്ങളൊക്കെ വലിയ നിലവാരം പുലർത്തുന്നതും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിട്ടുണ്ടെന്നുള്ള തരത്തിലാണ് അതിന് വ്യാഖ്യാനം വരുന്നത്. ആര് പറഞ്ഞങ്ങനെ? ഇപ്പോൾ ഡോക്ടർ ബിജു ഉൾപ്പെടെയുള്ള അങ്ങനെ സാർ ഈ 1.5 കോടി രൂപ മുടക്കിയുള്ള സിനിമകൾ കണ്ടു മാത്രമല്ല, അവർക്കെല്ലാം പരാതികളും ഉണ്ട്. ഞാൻ ഒന്നിലധികം പടം കണ്ടിട്ടുണ്ട് ഇവരെടുത്ത പടങ്ങൾ. അവരെല്ലാം പൊട്ടൻഷ്യലായിട്ട് കഴിവുള്ള ആളുകളാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അവർക്ക് ഒരുപാട് പരാതികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പടം എടുക്കാൻ വരുന്നവരെ അവരുടെ ബഡ്ജറ്റും കൂടെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പഠിപ്പിക്കണം. എങ്ങനെയാണ് പബ്ലിക് ഫണ്ട്സ് ഇതിനു വേണ്ടി തന്നിരിക്കുന്നത്? അത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഒരു പ്രോജക്റ്റാണ്. അവരെ യാതൊരു നിബന്ധനകളും ഇല്ലാതെ കൊടുക്കുന്നത്. അവർ പടം എടുക്കാനായിട്ട് തിരിച്ചടയ്ക്കാനൊന്നും വേണ്ട. നമ്മളൊക്കെ പണ്ടൊക്കെ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പടമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് അവർ ലോൺ തരുന്നത് നമുക്ക്. അതും 18% ഇൻട്രസ്റ്റിൽ. അന്ന് അങ്ങനെയാണ് പടം എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തിരിച്ചടയ്ക്കണം. അടച്ചില്ലെങ്കിൽ നമ്മുടെ വസ്തുവും ഇതെല്ലാം ജപ്തി കൊണ്ടുപോകും. ആ കണക്കിലാണ് പണം കിട്ടുന്നത്. അല്ലാതെ വേറൊരു സോഴ്സിൽ നിന്ന് പണം കിട്ടത്തില്ല. ഇവിടെ ഇത് ഗവൺമെൻറ് വളരെ ജനറസായിട്ട് ഈ പിന്നെ സ്ത്രീകൾക്കും പിന്നെ സ്ത്രീകളുടെ സംവിധാനങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ. അത് ഞാൻ ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞു. 1-2 പേരുണ്ട്, അവർ നല്ല ഡയറക്ടേഴ്സാണ്, നല്ല ഫിലിം മേക്കേഴ്സാണ്. അതുപോലെ കൂടുതൽ പേര് വരണം എന്നാണ് പറഞ്ഞത്. എങ്ങനെ ഇതിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കി കണ്ടുപിടിച്ചു എന്നുള്ളത് എനിക്ക് അതിശയമാണ്. അങ്ങനെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് പോലീസിൽ. കേസെടുക്കണമെന്ന ആവശ്യവുമായി ഒരു സിനിമാ പ്രവർത്തകൻ രംഗത്ത് വന്നിട്ടുണ്ട്. എടുത്തോട്ടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? കൊടുത്തെങ്കിൽ പരാതി കൊടുക്കാൻ അവർക്ക് അവകാശമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. സാറ് പറഞ്ഞത് ജെന്യൂൻ ആയിട്ടുള്ളൊരു സെൻസിലായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ 2 വിഭാഗങ്ങളുണ്ട്. അത് ഈ പരാതിയായിട്ട് എല്ലാവരും വരുന്നത് ഇല്ല. അവര് നമ്മുടെ പരക്കെയുള്ള വിജ്ഞാനക്കുറവ് കൊണ്ടാണ്, ഈ അറിവ് കേടുകൊണ്ടാണ് അവർ ഒഫൻഡഡ് ആവുന്നത്. അവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര തെറ്റല്ലേ? അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. അവർ നല്ല സിനിമ എടുക്കും അവർ പരിശീലനം കിട്ടി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പലരും വിവരമില്ലാത്ത ആളുകൾക്ക് പലരും പൈസ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഓരോരുത്തരാണ് ചെയ്യുന്നത്. MJ രാധാകൃഷ്ണൻ്റെ കൂട്ടൊരു ക്യാമറമാൻ, അയാളാണ് ഇവിടെ പലരും ആദ്യമായിട്ട് സിനിമ എടുത്തവർക്ക് പലർക്കും പടം എടുത്തു കൊടുത്തിരിക്കുന്നത്. മറ്റവരൊക്കെ ഇത് ഇവിടെ ജെളിഞ്ഞ് നടക്കുന്നേ ഉള്ളൂ, ഞാൻ ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പടം ചെയ്തിരിക്കുന്നത് MJ രാധാകൃഷ്ണനാണ്. അത് നമ്മൾ അറിയത്തില്ല. പടം കണ്ടുകൊണ്ടിരിക്കുന്നവരെ അറിയത്തില്ല, നമ്മളും അറിയുന്നില്ല. അതെ, അങ്ങനെ തോന്നിക്കാണാം. നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ല, മന്ത്രി ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലല്ലോ സിനിമയുടെ. നടപടി എന്ത് ക്രമമാണ്? അതുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞ നടപടിക്രമം ഉണ്ടാക്കേണ്ടത്. അതിൽ എൻ്റെ ചുമതല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. വിദഗ്ധരെ കൊണ്ട് ആ സിനിമ പരിശോധിച്ച് അത്രയും ഒരു ലിസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഈ സിനിമ 1.5 കോടി രൂപ കൊടുക്കുന്നത്. അതെ. അപ്പോൾ അതിനകത്ത് അപാകതയുണ്ടെന്നാണ് സാർ പറയുന്നത്. അല്ല, ഞാൻ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയാൻ ഞാൻ ആളല്ല. ഞാൻ പറഞ്ഞത് സിനിമ എടുക്കാനായിട്ട് നിയുക്തരാകുന്നവർ മുൻപരിചയം ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ വളരെ പരിചയമുണ്ട്, പലരുടെയും കൂടെ അസിസ്റ്റൻ്റായിട്ടൊക്കെ ജോലി ചെയ്ത് അറിയാവുന്നതായി അവർ ചെയ്യേണ്ട. മുൻപരിചയം ഇല്ലാത്തവർ അവർക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ഈ ഒരു 2-3 ആഴ്ചത്തെ ഓറിയൻറ്റേഷൻ കൊടുക്കണം. അപ്പോൾ അവർ എക്യൂപ്ഡ് ആവും.
അവിടെ പ്രവൃത്തി ചെയ്യാനായിട്ട് അവർക്ക് അതിനുള്ള തൻ്റെ ഇടവും അതിനുള്ള അറിവും സമ്പാദിക്കും. അത്രയും പോസിറ്റീവായൊരു കാര്യം പറഞ്ഞതിനെ അങ്ങനെ നെഗറ്റീവ് ആക്കി എടുക്കുന്നത്. മറ്റൊരു പരാമർശം, ചാലയിൽ നിന്നുള്ള തൊഴിലാളികൾ IFFK-യിൽ ഇടിച്ചു കയറിയെന്നും അതിൽ ദൃശ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇടിച്ചു കയറിയെന്നും പറഞ്ഞു. അതിനെതിരെ തൊഴിലാളികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് വൈകിട്ട് പ്രതിഷേധിക്കുന്നുമുണ്ട്. അവരെ അധിക്ഷേപിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഞാൻ അധിക്ഷേപിച്ചാലല്ലോ, അവർ ഇടിച്ചു കയറിയല്ലേ, അവർ കഥ പൊളിക്കായിരുന്നു. ഞാൻ കണ്ടതല്ല. ഞാൻ ആ തിയേറ്ററിനകത്തിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര ഇടിയും ബഹളവും കേൾക്കുന്നു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണ്, അവർ പിന്നെ ഈ കഥ ഇടിച്ച് തകർക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ അവിടെ സംസാരിച്ചു. അതിനപ്പുറമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈംഗിക ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയാണെന്നൊക്കെ അതായിരുന്നു കാര്യം. അതായത് അങ്ങനെ ഒരു റൂമർ ഇങ്ങനെ ഇറക്കിയിട്ട് അത് കാണാൻ വേണ്ടിയാ, വേറൊന്നുമല്ല. അവരൊരു വിഷമിപ്പിക്കുന്നതിന് തുല്യല്ലേ അതായിരുന്നു അട്രാക്ഷൻ. അതായിരുന്നു. ഞാനിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കി പറയാൻ പറ്റുമോ? അന്നത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. സിനിമ സ്വാഭാവികമായിട്ട് സിനിമയുടെ ഭാഗമല്ല. മാത്രമായിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നത്? IFFK വേദിയിൽ എന്നും ഇടിച്ചു തള്ളലുണ്ട്, ബഹളമുണ്ട്, അടി ഉണ്ടാവാറുണ്ട്. അന്ന് പറയുന്നത് മനസ്സിലാക്കൂ. പണ്ട് ഞാൻ ഒരാൾ സംസാരിക്കുന്ന മറുപടി വരട്ടെ. പണ്ട് ഉണ്ടായിരുന്നത് പാസ് വിതരണം ചെയ്യുമായിരുന്നു. പാസ് വിതരണം ചെയ്യുന്നത് വെച്ചാൽ അതായത് നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കൊക്കെ ആയിട്ടാണ് പാസ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു സിസ്റ്റം. അത് മാറ്റിയത് പിന്നെ ഞാൻ ചെയർമാനായിരുന്ന ഒരു കൊല്ലമാണ് ഇതെല്ലാം മാറ്റിയിട്ട് ഡെലിഗേറ്റ് ആവണം, അതിന് ഫീസ് അടച്ച് അതിന് വിവരങ്ങളെല്ലാം കൊടുത്തിട്ടാണ് അത് മെമ്പറാവുന്നത്. ഞാൻ അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിനെ കൊണ്ട് ആദ്യം മെമ്പർഷിപ്പ് എടുപ്പിച്ചു. അങ്ങനെയാണെന്ന് അത് ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാ ഫെസ്റ്റിവലുകളും ഈ ഡെലിഗേറ്റ്ഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവർക്ക് ഈ രാജ്യത്തിന് മുഴുവനും മാർഗദർശനമായിട്ടുള്ള ഒരു ക്രിയയായിരുന്നത്. കാരണം സിനിമയിൽ ജനുവിനായ താല്പര്യമുള്ളവർ അകത്ത് കയറാനൊക്കാതെ പുറത്ത് നിൽക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് താല്പര്യമില്ലാതെ മറ്റു കാരണങ്ങളാൽ അകത്ത് ഇടിച്ചു കയറുന്നവരാണ് സിനിമ കാണുന്നത്. അതുണ്ടാവരുത്, തുടർന്ന് വരരുത് എന്നുള്ളതുകൊണ്ടാണ്. ആ ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണെന്ന് ഞാൻ കേട്ടതേ ഉള്ളൂ. എനിക്ക് അവരെ കണ്ടിട്ടില്ലേ, എനിക്ക് അവരെ അറിഞ്ഞും കൂടാ. അത് ആളുകൾ പറഞ്ഞതാണ്. അല്ല, ഞാൻ ചുമ്മാ ഒരു വിടുവ പറയുകയല്ല. കാരണം സിനിമയുടെ ഒരു മെത്തേഡ് ഓഫ് ഫിലിം മേക്കിംഗ് മാറി. ഇപ്പോഴും പണ്ട് പ്രോസസ്സിംഗ് ഉണ്ടായി. ഇപ്പോൾ പ്രോസസ്സിംഗ് ഒന്നുമില്ല. നമ്മളൊരു ക്യാമറ എൻ്റെ ഇരിക്കുന്ന സെൽഫോണിൽ എനിക്ക് സിനിമ എടുക്കാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാലത്ത്. അതിന് 1.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. ജനുവിനായിട്ട് പണം എടുക്കണം എന്നുള്ളവർക്ക് അത്തരം പണം ആവശ്യമില്ല. അതിന് അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളെയൊക്കെ പോയി കൊണ്ടുപിടിച്ച് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണെങ്കിൽ വേണം. പക്ഷേ കൊമേഴ്സ്യൽ ഫിലിം എടുക്കാനല്ല ഈ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിക്കേണ്ടത്. കൊമേഴ്സ്യൽ സിനിമ എടുക്കാനല്ല. കൊമേഴ്സ്യൽ സിനിമ ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് മേക്കിംഗ്. അത് ഗവൺമെന്റിന്റെ സഹായവും പിന്നെ പിന്തുണയൊന്നും അതിന് ആവശ്യമില്ല. അത് സ്വന്തമായിട്ട് തീരുമാനിച്ചോളൂ. പക്ഷെ അതിന് ഇത്രയും ഗവൺമെന്റിന്റെ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം പൊതുഗുണത്തിന് അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ പണം ആവശ്യമുള്ളതാണ്. ഈ സിനിമ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് പല കിടക്കാട് പോലും ഇല്ലാത്ത മനുഷ്യർക്ക് വീട് പോലും ഇല്ലാതെ വഴി കഴിയുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊക്കെ ഉള്ളായിരുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ലാവിഷായിട്ട് ജീവിക്കുന്നത് വളരെ തെറ്റാണ്. ഈ ഫണ്ടിങ് ഉപയോഗിച്ച് പണമെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ട്രെയിനിങ് വേണ്ടെങ്കിൽ വേണ്ട. അല്ല, ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ഇത് ഏർപ്പെടുത്തണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുകയല്ല. എൻ്റെ SC/ST വിഭാഗം മാത്രമല്ല, സ്ത്രീകൾക്കും SC/ST മുൻപരിചയമില്ലാതെ വരുന്നവർക്ക് ഞാൻ പലതവണ ആവർത്തിച്ച് കഴിഞ്ഞു. ഇനി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞു പറയാനുള്ളത്. അതെ, പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. കാരണം ഈ പല പത്രങ്ങളിലും തെറ്റായ ഹെഡിങ് എഴുതിയിരിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രചോദനം നേടിയിട്ടാണ് വരുന്നത്. കാരണം ഷെഡ്യൂൾ കാസ്റ്റിനും സ്ത്രീകൾക്കെതിരായി അടൂർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് അടിച്ചിരിക്കുക പത്രത്തിൽ. പിന്നെ നിങ്ങളുടെ ചാനലൊന്നും ഞാൻ കാണാറില്ല, അവിടെ സത്യം പറയാറില്ല. അപ്പോൾ ഈ പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടുള്ള അസത്യമാണ്. കാരണം ഞാൻ സംസാരിച്ചതിൻ്റെ റെക്കോർഡുണ്ട്. അത് മുഴുവൻ എടുത്ത് നോക്കുക. എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അതിശയമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം ചെയ്യാൻ തയ്യാറാണ്. SC/ST വിഭാഗം
വിഭാഗത്തിലുള്ള സിനിമ വലിയ സ്വപ്നമായി കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ സാമൂഹ്യ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു 1.5 കോടി രൂപയ്ക്ക് ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ ആളെ എന്നാണ് സാറിന് കൊമേഴ്സ്യൽ സിനിമ ഗവൺമെൻറ് ആകുമ്പോഴുള്ള കുഴപ്പമാണ്. ഇത് പബ്ലിക് ഫണ്ട്സാണ് സാറേ. അതിന് സർക്കാർ തയ്യാറാണ്. സർക്കാർ തയ്യാറാവുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത്. കൊമേഴ്സ്യൽ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാന്ന് പറഞ്ഞത് തെറ്റാണ്. ഞാൻ എൻ്റെ കൺവിഷൻ അനുസരിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ തെറ്റാണെന്ന്. പക്ഷേ സർക്കാർ ചെയ്യുന്ന ഈ 1.5 കോടി കിട്ടുന്ന പൈസ കൊണ്ട് 1.5 കോടി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം AK ബാലനും ഞാനും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച ആളാണ്. പക്ഷേ ഇന്നത്തെ ആ സാഹചര്യം മാറി. ഇന്നിപ്പം പറഞ്ഞില്ലേ, ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് സിനിമ എടുക്കാം. അതിനുള്ള സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞു. സാർ, താങ്ക് യു വെരി മച്ച്. പറഞ്ഞെല്ലാം പറഞ്ഞു കഴിഞ്ഞു.